ഹലോ ഫ്രണ്ട്സ്, നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഹിക്വിഷൻ്റെ ഒരു ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള ഒരു IP ക്യാമറയാണ്. അപ്പോൾ ഈ ഒരു IP ക്യാമറ എന്ന് പറയുന്നത് ഒരു സാധാരണ മോഡൽ IP ക്യാമറ അല്ല കേട്ടോ, ഇതൊരു അഡ്വാൻസ്ഡ് ലെവൽ IP ക്യാമറയാണ്. ഈ ഒരു IP ക്യാമറയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് മോഷൻ ഡിറ്റക്ഷൻ സപ്പോർട്ട് ചെയ്യുന്നതാണ്. എന്നാൽ ഞാൻ എപ്പോഴും പറയുന്ന രീതിയിലുള്ളൊരു മോഷൻ ഡിറ്റക്ഷൻ അല്ല. നമ്മളൊരു ഈച്ച പറന്നാലോ വണ്ട് പറന്നാലോ ഒരു പ്രാണി പറന്നു പോയാലോ ഒന്നും നമുക്ക് യാതൊരു അലേർട്ടും വരില്ല. നമുക്ക് വരുന്നത് ഹ്യൂമൻ വന്നാൽ മാത്രം, അല്ലെങ്കിൽ ഒരു വാഹനം വന്നാൽ. അപ്പോൾ ഹ്യൂമൻസിനെയും വാഹനങ്ങളെയും മറ്റുള്ള വസ്തുക്കളെയും തരംതിരിച്ച് കാണാൻ കഴിയുന്ന ഒരു ക്യാമറയാണിത്. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ ഈ ഒരു പ്രത്യേകതയെ വിളിക്കുന്ന പേരാണ് AcuSense ടെക്നോളജി. അപ്പോൾ AcuSense ടെക്നോളജി സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പുതിയ ഒരു മോഡൽ ഒരു ക്യാമറയുടെ പ്രത്യേകതകളെ പറ്റിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ 4 കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ക്യാമറയിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ നിന്ന് നമ്മുടെ NVRനെ ഞാനൊന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ NVRൻ്റെ IP അഡ്രസ്സ് എനിക്കറിയാം, അത് 192.168.29.207 എന്നാണ്. അപ്പോൾ ഞാൻ NVRലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. NVRൻ്റെ യൂസർ ID അഡ്മിനും പാസ്വേഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. പാസ്വേഡ് Hikvision AcuSense എന്നാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഞാനിപ്പോൾ NVRലേക്ക് ലോഗിൻ ചെയ്തു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സിംഗിൾ ക്യാമറയുടെ ഐക്കൺ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ സിംഗിൾ ക്യാമറയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ക്യാമറ നമുക്ക് ഇങ്ങോട്ടേക്ക് വരും. ഇതാണ് നമ്മുടെ ആ ഒരു ക്യാമറയുടെ വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഈ ക്യാമറയുടെ വ്യൂ ഇപ്പോൾ നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന ലൈവ് വ്യൂ ആണ്. നമുക്ക് അതിൽ പ്ലേ ബാക്ക് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ ബാക്ക് കാണാൻ പറ്റും. അപ്പോൾ പ്ലേ ബാക്ക് ഇവിടെ താഴെ നമുക്ക് പ്ലേ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പ്ലേ ബാക്ക് കാണും. ഇതൊക്കെ നേരത്തെ റെക്കോർഡായിട്ടുണ്ടായിരുന്ന വീഡിയോസൊക്കെയാണ് കണ്ടോ. അപ്പോൾ ബ്രൗസർ വഴി നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ ക്യാമറയിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി ഈ കോൺഫിഗറേഷൻ ടാബിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് മോഷൻ ഡിറ്റക്ഷൻ, ലൈൻ ക്രോസിംഗ് ഡിറ്റക്ഷൻ, വീഡിയോ ടാമ്പറിങ്, വീഡിയോ ലോസ്, ഇങ്ങനെ 4 കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഒന്നാമത്തെ ഓപ്ഷനായിട്ടുള്ള മോഷൻ ഡിറ്റക്ഷൻ ചെയ്യാം. അതിനകത്ത് ഇവൻ്റ് എന്നുള്ള ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ബേസിക് ഇവൻ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ ഒരു ലൈൻ ഞാനിവിടെ നേരത്തെ വരച്ച് വെച്ചിട്ടുണ്ട്. ഞാനത് ക്ലിയർ ചെയ്ത് കളഞ്ഞിട്ട് ഒന്നുകൂടെ വരച്ച് കാണിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാമറ 1 ആണ് ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ക്യാമറ 1 മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇവിടെ എനേബിൾ മോഷൻ ഡിറ്റക്ഷനും എനേബിൾ ഡൈനാമിക് അനാലിസിസ് എന്നുള്ള ഓപ്ഷൻ ടിക്കിട്ട ശേഷം ഒരു ലൈൻ നമ്മൾ ഡ്രോ ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു മതിലാണ്. നമ്മളിപ്പോൾ ക്യാമറ വെച്ചിരിക്കുന്നത് ടോപ്പിൽ നിന്നാണ്, അതൊരു 2ാം നിലയുടെ പൊക്കത്തു നിന്നാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ എന്താണെങ്കിലും തലയുടെ മോൾ വശം മാത്രമേ കാണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് വീഡിയോ ഷൂട്ടിങ്ങിന് വേണ്ടി മാത്രം വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഡ്രോ ഏരിയ എന്നുള്ള ഓപ്ഷൻ ഞാൻ കൊടുത്തിട്ട് ഞാനിവിടെ ഇങ്ങനെ ഇത് ക്ലിയർ ചെയ്യും. ഇവിടെ നിന്ന് ഈ ഒരു സ്ഥലത്ത് നിന്ന് ഞാനൊരു ലൈൻ വരയ്ക്കാൻ വേണ്ടി പോവാണ്. അതായത് ഇതൊരു മതിലാണ്. ആ മതിലിൻ്റെ ഇപ്പുറത്തേക്ക് ആരെങ്കിലും കടന്നു വന്നു കഴിഞ്ഞാൽ എനിക്ക് അറിയാവുന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ കോമ്പൗണ്ടായിട്ട് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഈ കോമ്പൗണ്ട് ഞാൻ ഇതുപോലെ ഒരു ഗ്രീൻ ലൈൻ ഞാൻ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്ക് അലേർട്ട് കിട്ടുന്ന രീതിയിലാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, എന്നിട്ട് ഇത് എന്തുണ്ട്, അത് മൗസ് ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. നമ്മളിവിടെ വെറുതെ റൈറ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വിട്ടുപോകും. ഇവിടെ 1 എന്നുള്ള നമ്പർ വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് 4 ഡയഗ്രാംസ് ഇങ്ങനെ വരച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ സേവ് ചെയ്തു. സേവ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ നെക്സ്റ്റ് ആമിങ് ഷെഡ്യൂൾ ചെയ്യാൻ നമുക്ക് ടൈം ആൻഡ് ഡേറ്റ് കൊടുക്കാം. ഏത് സമയത്ത് നമുക്ക് വേണമെന്ന് പറയാം. ലിങ്കേജ് ആക്ഷനിൽ ഞാൻ നോട്ടിഫൈ സർവൈലൻസ് സെൻറ്റർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ എൻ്റെ ഫോണിലേക്ക് ഇപ്പോൾ അലേർട്ട് വരുന്ന രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ആരെങ്കിലും ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഈ ഒരു ഗ്രീൻ ലൈൻ്റെ ഉള്ളിലോട്ട് ആരെങ്കിലും കയറി കഴിഞ്ഞാൽ നമുക്ക് അലേർട്ട് വരുന്നത് ഇപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ക്യാമറയുടെ അടുത്തേക്ക് ഇപ്പോൾ ഒരാൾ പോയിട്ടുണ്ട്. നമുക്കിവിടെ നോക്കാം ഈ ക്യാമറയുടെ മോഷൻ ഡിറ്റക്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും മെസ്സേജസോ കാര്യങ്ങളോ വരുന്നുണ്ടോയെന്ന്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇപ്പോൾ നിങ്ങൾക്കറിയാം ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ ഹിക് കണക്ട് എന്നുള്ള ആപ്ലിക്കേഷനാണ്. നമ്മുടെ ക്യാമറ ഇതാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരും ആളങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും. നോക്കാം, ഇപ്പോൾ ഒരാളങ്ങോട്ട് പോയിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ഈ ഫോണിൽ വരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിപ്പോൾ നമുക്ക് ഫോണിപ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കണം നിർബന്ധമൊന്നുമില്ല. ഫോൺ ഓപ്പൺ അല്ല എന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ നമുക്കിനത് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ 99 നോട്ടിഫിക്കേഷൻസ് വന്നേക്കാനായിട്ട് നിങ്ങൾക്ക് കാണാം. അത് കൂടാതെ നമുക്കിനി ഒരു നോട്ടിഫിക്കേഷനോടെ ഇപ്പോൾ തന്നെ വരും. നോക്കാം, അല്ലേ, ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ കണ്ടോ, ഹിക് കണക്ട് ക്യാമറ മോഷൻ ഡിറ്റക്റ്റഡ് എന്നൊരു നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ നമ്മളത് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ ഇവിടെ കാണിക്കും. ഇതുണ്ടോ, ഇപ്പോൾ അങ്ങോട്ട് പോയിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആര് നമ്മുടെ ക്യാമറയുടെ വ്യൂവിലേക്ക് വന്നാലും
അതിനെല്ലാം എഗെയിൻസ്റ്റ് ഓരോ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ. ഇപ്പോൾ എന്താണ് ആക്ടിവിറ്റി നടക്കുന്നതെന്നുള്ള കാര്യം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും. ഇതിപ്പോൾ ഒരു ലൈൻ ക്രോസിംഗ് ഡിറ്റക്ഷനാണ്. ആ ലൈൻ ക്രോസിംഗ് ഡിറ്റക്ഷൻ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് മോഷൻ ഡിറ്റക്ഷൻ്റെ കാര്യം മാത്രമാണ് കാണുന്നത്. അപ്പോൾ ഈ ഓരോ മോഷൻ ഡിറ്റക്ഷൻ എടുത്താലും നമുക്ക് അതിനകത്ത് എല്ലാം ഓരോ ആളുകളെ നമുക്ക് ഹ്യൂമൻസിനെ തന്നെയാണ് ഡിറ്റക്റ്റ് ചെയ്യണമുണ്ടോ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ആൾ ബൈക്കിൽ അങ്ങോട്ട് വരുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ എല്ലാ മോഷനും അങ്ങനെ തന്നെയാണ് വരിക. അതായത് ഈച്ച പറഞ്ഞാലോ പ്രാണി വന്നാലൊന്നും നമുക്ക് മോഷൻ ഡിറ്റക്ഷൻ ഇല്ല. നമ്മൾ ഏതെടുത്താലും അതിനകത്തൊക്കെ ഓരോ മനുഷ്യർ കാണും കണ്ടോ. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ റിയൽ മോഷൻ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. കാരണം ഇത് AcuSense ടെക്നോളജിയുടെ ബേസിൽ വർക്ക് ചെയ്യുന്നതായതുകൊണ്ടാണ്. ഇനി ഞാൻ ലൈൻ ക്രോസിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നുള്ള കാര്യം നിങ്ങൾ കാണിച്ചു തരാം. ഈ ലൈൻ ക്രോസിംഗ് നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇവൻസിൽ തന്നെ SMDs എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ലൈൻ ക്രോസിംഗ് ഡിറ്റക്ഷൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് എനേബിൾ ചെയ്ത ശേഷം നമുക്കിവിടെ ഒരു ഡ്രോ ചെയ്യാൻ പറ്റും ഒരു ലൈൻ. ഇവിടെ ഡ്രോ ലൈൻ എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ലൈൻ ഡ്രോ ചെയ്തിട്ട് അത് എങ്ങനെയാണ് നമുക്ക് വേണ്ടത് ആ രീതിയിൽ നമുക്കിവിടെ പ്ലേസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് A എന്നും B എന്നും കാണാം. അതിനകത്ത് Bയിൽ നിന്ന് Aയിലേക്ക് വന്നാലാണ് എനിക്ക് ഒരു അലേർട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇവിടെ മോഷൻ ഡിറ്റക്ഷൻ്റെ ഓപ്ഷൻ കൊടുക്കാവുന്നതുണ്ട്. ഇപ്പോൾ ഞാൻ കൊടുത്തേക്കണത് Bയിൽ നിന്ന് Aയിലേക്ക് വന്നാൽ എനിക്ക് അലേർട്ട് വേണമെന്നാണ്. നിങ്ങൾക്കത് Aയിൽ നിന്ന് Bയിലേക്ക് പോയാലോ Aയിൽ നിന്നും Bയിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലേർട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഇവിടെ സെറ്റപ്പ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാൻ Bയിൽ നിന്ന് Aയിലേക്കാണ് കേട്ടോ കൊടുത്തേക്കണം. അപ്പോൾ എന്നിട്ട് അതിൻ്റെ സെൻസിറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ ഹ്യൂമനെയാണോ നമുക്ക് വെഹിക്കിളിനെയാണോ നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ 2 ടിക്കറ്റ ശേഷം അപ്ലൈ അടിക്കുന്നു, അതായത് സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത ശേഷം ഞാനിവിടെ ലിങ്കേജ് ആക്ഷനിൽ ഇപ്പോൾ ആമിങ് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. ആമിങ് ഷെഡ്യൂൾ എന്ന് വെച്ചാൽ ഏത് സമയത്താണ് നമുക്ക് അലേർട്ട് വേണ്ടതെന്നുള്ളതാണ്. ലിങ്കേജ് ആക്ഷനിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നോട്ടിഫൈ സർവൈലൻസ് സെൻറ്റർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. എന്നിട്ട് നമുക്ക് സേവ് ചെയ്യാം. ഇപ്പോൾ ഇതേ കാര്യം തന്നെ നമുക്ക് അലാം അടിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇമെയിൽ വരണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഫുൾ സ്ക്രീൻ മോണിറ്ററിങ്ങിന് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ പല മെത്തേഡുകളിൽ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് എന്താണ് വേണ്ടതെന്നുള്ള കാര്യം നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ലൈൻ വരച്ച് കൊടുത്തേക്കാണ്. അത് Bയിൽ നിന്ന് Aയിലേക്ക് വന്നാലാണ് നമുക്ക് അലേർട്ട് വരിക. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വർക്ക് ചെയ്യണമെന്ന് നോക്കിക്കോ. അയാളങ്ങ് പോയാൽ വരുന്നുണ്ട്, നോക്കിക്കോളൂ. ഇപ്പോൾ അയാളവിടെ കടന്ന് കഴിയുമ്പോൾ തന്നെ നമുക്കിവിടെ അലേർട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ചെറിയൊരു ഡിലേ ഉണ്ട്. ക്രോസ് ചെയ്ത് കഴിഞ്ഞു, അയാൾ ക്രോസ് ചെയ്തു. ഓൺ ദ സ്പോട്ട് നമുക്കിവിടെ ഒരു ഡിറ്റക്ഷൻ ഇവിടെ വന്നായിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് കണ്ടോ ലൈൻ ക്രോസിങ്. ഇവിടെ ഒരു ഡിറ്റക്ഷൻ വന്നിട്ടുണ്ട്. ഇതുണ്ടോ ലൈൻ ക്രോസിങ്. ആളിവിടെ ലൈൻ ക്രോസ് ചെയ്തു, നമ്മൾ വരച്ച ലൈൻ കണ്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ലൈൻ ക്രോസിങ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ. ഇനി നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ പ്ലേ ബാക്ക് എടുത്ത് നോക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് പ്ലേ ബാക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആരാണ് ആ സമയത്ത് അവിടെ നിന്ന് വന്നതെന്ന് കാണാൻ പറ്റുന്നുണ്ട്. അതേ വരുന്നു, ആ സമയത്ത് അത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് തന്നെയാണ് നമ്മൾ പ്ലേ ബാക്ക് ചെയ്യുമ്പോൾ കാണുക. ഇതുണ്ടോ ആൾ കടന്നു പോകുന്നത് ലൈവ് വ്യൂ അല്ല, ഇത് പ്ലേ ബാക്കാണ്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ്നാപ്ഷോട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഫോണിലേക്ക് വേണമെങ്കിൽ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടി പോകണമെന്ന് വെച്ചാൽ വീഡിയോ ടാമ്പറിംഗ് ആണ്. വീഡിയോ ടാമ്പറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാമറകളിൽ ആരെങ്കിലും കൈകൊണ്ട് പൊത്തിപ്പിടിക്കുകയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അലേർട്ട് കിട്ടുന്ന രീതിയിലാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം വീഡിയോ ടാമ്പറിങ്ങിൻ്റെ ഓപ്ഷൻ ഇവിടെ എനേബിൾഡ് ആണ്. അപ്പോൾ എനേബിൾഡ് അല്ല, നമ്മൾ എനേബിൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. വീഡിയോ ടാമ്പറിങ് സെലക്ട് ചെയ്തു, എനേബിൾ വീഡിയോ ടാമ്പറിങ് കൊടുത്തു. നമ്മളിത് കംപ്ലീറ്റ് ഒരു ലൈൻ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഓൾറെഡി കിടപ്പുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ലൈൻ ഡ്രോ ചെയ്യുവാണ്. ഇങ്ങനെ ഡ്രോ ചെയ്ത ശേഷം സേവ് ചെയ്യുന്നു. സേവ് ചെയ്തിട്ട് എന്താണ് നമുക്ക് ആക്ഷൻ എടുക്കേണ്ടതെന്നുള്ള കാര്യം കൂടെ കൊടുക്കുക, സേവ് കൊടുക്കുന്നു. ഇവിടെ ആമിങ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, ഏത് ടൈമിൽ വേണമെന്നുള്ളത്. ലിങ്കേജ് ആക്ഷനിൽ നോട്ടിഫൈ സർവൈലൻസ് സെൻറ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും ഈ ക്യാമറേനെ പൊത്തിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൺ ദ സ്പോട്ട് നമുക്ക് ഒരു അലേർട്ട് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വീഡിയോ ടാമ്പറിങ് കൊടുക്കുന്നുണ്ട്. വീഡിയോ ടാമ്പർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു അലേർട്ട് വരും. ഇപ്പോൾ ഞാനിത് ജസ്റ്റ് ഒരു സാമ്പിളിന് വേണ്ടി ആദ്യം ചെയ്തതാണ്. ഒന്നും കൂടെ വീഡിയോ ടാമ്പർ ചെയ്യുന്നുണ്ട്. വീഡിയോ ടാമ്പർ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു അലേർട്ട് ഇപ്പോൾ വരുന്നതായിട്ട് കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അയാൾ കൈകൊണ്ട് പൊത്തിപ്പിടിച്ചിട്ടുണ്ട്. ആ മൊമെൻറ്റിൽ നമുക്കിത് ഇവിടെ ഒരു അലേർട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ജസ്റ്റ് ഫോണിൽ അപ്പം തന്നെ കാണാൻ പറ്റും നമുക്ക് അലേർട്ട്. നമുക്കിത് എന്താണ് സംഭവിച്ചതെന്നുണ്ടോ, അയാൾ കൈകൊണ്ട് പൊത്തിപ്പിടിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. അപ്പോൾ ഇതാണ് വീഡിയോ ടാമ്പറിംഗ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ നോക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഈ നെറ്റ്വർക്ക് കേബിൾ ഡിസ്കണക്റ്റ് ആയിക്കഴിഞ്ഞാൽ, അതായത് നമ്മുടെ വീഡിയോ കട്ടായി കഴിഞ്ഞാൽ നമുക്ക് അലേർട്ട് വരുന്നതാണ്. അതായത് വീഡിയോ ലോസ്.
അപ്പോൾ വീഡിയോ ലോസിനും നമുക്ക് അലേർട്ട് വരുന്ന രീതിയിൽ ഇതിനകത്ത് ചെയ്യാൻ പറ്റും. എനേബിൾ വീഡിയോ ലോസ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് എപ്പോഴാണ് നമുക്ക് അലേർട്ട് വേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സെലക്ട് കൊടുത്തിട്ട് ലിങ്കേജ് ആക്ഷനിൽ നോട്ടിഫൈ സർവൈലൻസ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ സേവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാമറ 1ൻ്റെ വീഡിയോ ഡിസ്കണക്റ്റ് ആയിക്കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് നമുക്ക് അലേർട്ട് വരും. നമുക്ക് നോക്കാം. അതെ, ആ ക്യാമറയുടെ കേബിളൊന്ന് ഊരിക്കേ. ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് ഊരണേ. ഞാനതൊക്കെ കോള് കട്ട് ചെയ്യട്ടെ, എന്നാലേ മെസ്സേജ് വരുള്ളൂ. പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ നെറ്റ്വർക്ക് കേബിൾ ഊരുകയോ കേബിൾ കട്ടാവുകയോ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വരിക. ഇത് നമുക്കിവിടെ നോട്ടിഫിക്കേഷൻ എന്തോ വന്നിട്ടുണ്ട്, നോക്കാം. ഇപ്പോൾ ലൈവ് വ്യൂ എടുത്ത് നോക്കാം. ഇതുണ്ടോ, വീഡിയോ ലോസ്, ക്യാമറ ഡിസ്കണക്റ്റ് ആയി എന്നുള്ള മെസ്സേജാണ് വന്നേക്കുന്നത്. വീഡിയോ കാണാൻ പറ്റുന്നില്ല. നമ്മളിപ്പോൾ ഇവിടെ ക്യാമറയുടെ ഓപ്ഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഫെയിൽ ടു പ്ലേ വീഡിയോ എന്നാണ് എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് പ്ലേ ചെയ്ത് എന്താണോ അതവിടെ കാണിക്കുന്നുണ്ട്, അല്ലാതെ നമുക്ക് വീഡിയോ പ്ലേ ചെയ്യാൻ പറ്റുന്നില്ല. കണ്ടോ, അപ്പോൾ ഇതാണ് വീഡിയോ ലോസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം ഈ ഒരു ക്യാമറയ്ക്കകത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ HD ക്യാമറകളുടെയും IP ക്യാമറകളുടെയും പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ നമ്മൾ പല വീഡിയോകളിലും ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ രീതിയിൽ വളരെ ലോ കോസ്റ്റിൽ ഇൻസ്റ്റലേഷൻ ചെയ്യണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമറയാണ് ആക്ച്വലി അനലോഗ് ഹൈ ഡെഫിനേഷൻ ക്യാമറകളായിട്ടുള്ള HD ക്യാമറകൾ. അതേസമയം നല്ലൊരു ബെറ്റർ ക്വാളിറ്റിയാണ് നിങ്ങൾ പ്രതീക്ഷിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് IP ക്യാമറകൾ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ IP ക്യാമറകൾ നിങ്ങൾക്കറിയാം, ഇത് ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന സമയത്ത് ഒരല്പം പ്രൈസ് മറ്റേതിനെ അപേക്ഷിച്ച് കൂടുതലായിരിക്കാം. പക്ഷേ എന്നിരുന്നാലും ഇതിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രമേ വരുള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മളൊരു ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് സാധാരണ ചെയ്യുക? നമ്മുടെ കഴിഞ്ഞു പോയ വീഡിയോ നമ്മുടെ പ്ലേ ബാക്ക് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ആ ഇൻസിഡൻറ്റ് എന്താണെന്ന് കണ്ടുപിടിക്കുകയും നമ്മൾ അതിന് എഗെയിൻസ്റ്റ് ആക്ഷൻ എടുക്കുകയും ചെയ്യും. ഇപ്പോൾ പോലീസ് കേസൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോ പോലീസിന് ഷെയർ ചെയ്യും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പോലീസുകാരൊക്കെ ചെയ്യുന്ന ഈ ഒരു വീഡിയോയുടെ കണ്ടൻറ്റ് എടുത്ത് പ്ലേ ബാക്ക് എടുത്ത് നോക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് ആ റിയൽ ടൈമിൽ ആ ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്ത് നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ അറിയുന്നത് എപ്പോഴാണ്? കഴിഞ്ഞു പോയതിന് ശേഷമാണ്. അപ്പോൾ ഈ ടൈപ്പ് ക്യാമറകളാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ നമുക്ക് ആ ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഫോണിലേക്ക് ഒരു അലേർട്ട് ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ഇതിപ്പോൾ ഒരു ഫ്ലാറ്റിലാണ് നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്തേക്കണമെന്നുണ്ടെങ്കിൽ അവിടെ വലിയൊരു TV സ്ക്രീനിൽ ഒരു 16 ക്യാമറകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന സെക്യൂരിറ്റിയുടെ മുമ്പിലേക്ക് ആ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്ന ആ മൊമെൻറ്റിൽ തന്നെ ആ ഒരു ക്യാമറയുടെ വ്യൂ പോപ്പപ്പ് ചെയ്ത് വരും. ആ സ്ക്രീൻ മുഴുവൻ ആ ക്യാമറ ഒറ്റയടിക്ക് തെളിഞ്ഞു വരികയും ആ ഒരു സെക്യൂരിറ്റിക്ക് പെട്ടെന്ന് തന്നെ അതിന് ഒരു ക്വിക്ക് ആക്ഷൻ എടുക്കാനും സാധിക്കും. അപ്പോൾ ആ ടൈപ്പ് ക്യാമറകളാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നെക്സ്റ്റ് ലെവൽ ക്യാമറകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്യാമറ ഹിക്വിഷൻ്റെ 2 മെഗാപിക്സൽ നെറ്റ്വർക്ക് ബുള്ളറ്റ് ക്യാമറയാണ്. അപ്പോൾ ഇതിൻ്റെ മോഡൽ നമ്പർ വരുമ്പോൾ DS2CD 2023 G2IU എന്നുള്ളതാണ്. അതുപോലെ ഇത് 4mm ലെൻസാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ MRP എന്ന് പറഞ്ഞാൽ 8500 നമ്മളിത് സെയിൽ ചെയ്യുന്ന പ്രൈസ് പറഞ്ഞാൽ 4800 ടാക്സുമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ AcuSense ടെക്നോളജി സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറയാണ്. അപ്പോൾ ഈ AcuSense ടെക്നോളജി ഞാൻ ആദ്യം പറഞ്ഞ പോലെ വെഹിക്കിൾ ഡിറ്റക്ഷൻ ഉണ്ട്, ഹ്യൂമൻ ഡിറ്റക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇതൊരു WDR എനേബിൾഡ് ആയിട്ടുള്ള ക്യാമറയാണ്, വെതർ പ്രൂഫാണ്. പിന്നെ നമുക്ക് എക്സിറ്റ് ടെക്നോളജിയാണ് ഇതിൻ്റെ ഇൻഫ്രാറെഡ് LED വരുന്നത്. അതുപോലെ ഇത് ഫാൾസ് ലാംപ്സൊക്കെ വളരെയധികം കുറച്ചിട്ടുള്ള ഒരു ക്യാമറയാണ്. അപ്പോൾ ഈ ഒരു ക്യാമറ നമുക്ക് ഇന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡാണ് കൊടുത്തിരിക്കുന്നത്. ഈ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡിൽ ഈ ഒരു ക്യാമറ എങ്ങനെയാണ് മൗണ്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അതിങ്ങനെ പല ഭാഷകളിലായിട്ട് എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇത് വന്നിരിക്കുന്നത് വെച്ചാൽ ഒരു ഡ്രില്ലിംഗ് ടെംപ്ലേറ്റ് ആണ്. ഈ ഒരു ക്യാമറ നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡ്രില്ലിംഗ് ടെംപ്ലേറ്റ് ആണ്. പിന്നെ നമ്മൾ സാധാരണ IP ക്യാമറകളിൽ കാണുന്ന പോലെ തന്നെ ഒരു വാട്ടർ പ്രൂഫ് ടേപ്പ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു വെതർ പ്രൂഫ് ജാക്കറ്റ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ക്യാമറ അലൈൻ കീ വെച്ചിട്ടാണ് നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ അലൈൻ കീ ഈ ഒരു ക്യാമറയോടൊപ്പം തന്നെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ IP ക്യാമറയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു IP ക്യാമറ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ ഈ ബോക്സിൻ്റെ അകത്തൊരു സ്ക്രൂ സെറ്റ് വന്നിട്ടുണ്ട്. ഈ ഒരു ക്യാമറ നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബോക്സിനോടൊപ്പം വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ IP ക്യാമറ, അതായത് നെറ്റ്വർക്ക് ക്യാമറ. ഈ ക്യാമറയ്ക്ക് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇതൊരു ഏകദേശം 1/2 കിലോയോളം ഭാരമുള്ളൊരു ക്യാമറയാണ്. ഇത് മെറ്റൽ ബോഡിയാണ്, അതുകൊണ്ടാണ് ഇത്രയും ഭാരം ഈ ക്യാമറയ്ക്ക് വരുന്നത്. പിന്നെ ഈ ഒരു ക്യാമറയുടെ ലുക്ക് എന്ന് പറഞ്ഞാൽ നല്ല കിഡിലൻ ലുക്കാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറയുടെ ലെൻസ്. ക്യാമറയുടെ ലെൻസിൻ്റെ അടിയിലായിട്ട് ഈ ഒരു ഏരിയയിൽ നമുക്കത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. പണ്ടത്തെയൊക്കെ ക്യാമറകളിൽ ഇവിടെ ചുറ്റിനും ഇൻഫ്രാറെഡ് LEDs അല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊരു പുതിയ മോഡൽ ക്യാമറ ആയതുകൊണ്ട് തന്നെ ഇതിന് ചുറ്റിനൊന്നും ഇൻഫ്രാറെഡ് LED ഇല്ല. ഇവിടെ ആയിട്ടൊരു LED ഉണ്ട്, പക്ഷേ അത് നമുക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല.
അപ്പോൾ അങ്ങനെയാണ് ഇത് മേക്ക് ചെയ്തേക്കുന്നത്. പിന്നെ ഈ ഒരു ക്യാമറയെ പറ്റി പറയുമ്പോൾ ഇതിൻ്റെ ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റലേഷനാണ് ഈ ഒരു ക്യാമറയിൽ വന്നേക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഈ ഒരു ക്യാമറ എനിക്കിത് ഇങ്ങോട്ടും തിരിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത് കണ്ടോ, ഇത് ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്ത ശേഷം ഇത് എങ്ങോട്ട് തിരിച്ച് വയ്ക്കുക, നിങ്ങളിതൊന്ന് ടൈറ്റ് ചെയ്യുക, അതോടുകൂടി ആ ക്യാമറ ഇവിടെ ഇരിക്കും. കണ്ടോ, ക്യാമറ നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്തതിന് ശേഷമുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് അത് വളരെ എളുപ്പമായിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ എല്ലാ ക്യാമറകളിലും ഉള്ള പോലെ തന്നെ ഈ ക്യാമറയുടെ പിക്ടൈൽ എന്ന് പറയുന്നത് ഒരു RJ45 ഫീമെയിൽ കണക്ടറും പിന്നെ ഒരു DC പിന്നും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്യാമറയിൽ വരുന്നത്. പിന്നെ ഇവിടെ ഈ ഒരു ക്യാമറയിൽ എഴുതിയിട്ടുണ്ട് വാർണിംഗ് ഹോട്ട് സർഫസ് ഡു നോട്ട് ടച്ച് എന്ന്. അതായത് ഈ ഒരു ക്യാമറ നല്ലപോലെ ഹീറ്റ് ആവുമെന്നാണ് പറയുന്നത്. ഹീറ്റ് ആവാനൊരു കാരണമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ ക്യാമറ നല്ലപോലെ വർക്ക് ചെയ്യുന്ന ഒരു ക്യാമറയാണ്, നല്ലപോലെ പണിയെടുക്കുന്ന ക്യാമറ എന്ന് നമുക്ക് പറയാം. അതായത് ഈ ഒരു ക്യാമറ ആക്ച്വലി ഒരു മിനി കമ്പ്യൂട്ടർ പോലെയാണ്. ഈ ഒരു ക്യാമറയ്ക്കുള്ളിൽ ഒരു ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. നമുക്ക് ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്തുകൊണ്ട് നമ്മുടെ വെബ് ബ്രൗസർ വഴിയോ ഒക്കെ നമുക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് തന്നെ ഈ ക്യാമറയുടെ സെറ്റിങ്സിനകത്ത് മാറ്റങ്ങൾ വരുത്താം. ഈ ക്യാമറയെ നമുക്ക് NVRമായിട്ട് കണക്ട് ചെയ്യാം. ഈ ക്യാമറയെ നമുക്ക് FTP സെർവറുമായിട്ട് കണക്ട് ചെയ്യാം. ഇനി നമുക്ക് സ്റ്റോറേജ് സെർവർ ഉണ്ട്, അതായിട്ട് കണക്ട് ചെയ്യാം. ഇനി ഡയറക്റ്റ് ക്ലൗഡ് വഴി നമുക്ക് കണക്ട് ചെയ്യണമെന്ന് അങ്ങനെ ചെയ്യാം. അങ്ങനെ പല പല മെത്തേഡിൽ ഈ ക്യാമറ നമുക്ക് നമ്മുടെ ഫോണിലോ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലൊക്കെ നമുക്ക് വ്യൂ ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മിനി കമ്പ്യൂട്ടർ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ചൂടാവുമെന്ന് ഇവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ പിടിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്യാമറയോടൊപ്പം വന്നിരിക്കുന്ന ഈ ഒരു അലൈൻ കീ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് അഴിക്കുന്നത്. ഇത് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ക്യാമറ നമുക്ക് വേണമെങ്കിൽ റീസെറ്റ് ചെയ്യാനും പറ്റും. ഹിക്വിഷൻ ക്യാമറകളുടെ ഡേറ്റ ഷീറ്റ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഡോറി ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു കുറച്ച് നമ്പേഴ്സ് എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താണെന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. D സ്റ്റാൻഡ്സ് ഫോർ ഡിക്റ്റേറ്റ് എന്നാണ്, O സ്റ്റാൻഡ്സ് ഫോർ ഒബ്സർവ് എന്നാണ്, R സ്റ്റാൻഡ്സ് ഫോർ റെക്കഗ്നൈസ് ആണ്, I സ്റ്റാൻഡ്സ് ഫോർ ഐഡൻറ്റിഫിക്കേഷൻ ആണ്. D എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഡിക്റ്റേറ്റ് ആണ്. ഇപ്പോൾ ഒരു 54 മീറ്റർ എന്നായിരിക്കും ഈ ഒരു ക്യാമറയുടെ കേസിനകത്ത് അവിടെ എഴുതിയേക്കുന്നുണ്ടാവുക. അതായത് 54 മീറ്ററിൻ്റെ ഉള്ളിലാണ് ഒരു വസ്തു വരുന്നതെങ്കിൽ ഈ ഒരു ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ ആ ഒരു വസ്തുവിനെ നമുക്ക് എന്ത് ചെയ്യാം, അത് മനുഷ്യനാണോ മൃഗമാണോ അതോ മറ്റെന്തെങ്കിലും വസ്തുവൊക്കെ ആണോ നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു 54 മീറ്റർ എന്നവിടെ എഴുതിയേക്കാനുള്ള റീസൺ. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഒബ്സർവ് ആണ്. ഒബ്സർവ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതിയേക്കുന്ന വാല്യൂ 22 മീറ്ററാണ്. അപ്പോൾ 22 മീറ്ററിൻ്റെ ഉള്ളിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ അതൊരു ലേഡിയാണോ ഒരു ബോയ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് അയാളിരിക്കുന്ന വസ്ത്രം ഇപ്പോൾ ഒരു ചുരിദാറാണോ സാരിയാണോ ഷർട്ടാണോ പാൻറ്റാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതുപോലെ കളറ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതേസമയം ഈ ഒരു ക്യാമറയുടെ റെക്കഗ്നേഷൻ പവർ എന്ന് പറയുന്നത് 11 മീറ്ററാണ്. അതായത് 11 മീറ്ററിൻ്റെ ഉള്ളിൽ വരുമ്പോഴാണ് നമ്മൾ ആ ഒരു വ്യക്തിയെ തിരിച്ചറിയുന്നത്. അതേസമയം 5 മീറ്ററിൻ്റെ ഉള്ളിൽ അയാൾ വന്നാൽ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ട് അയാളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഏകദേശം 4800 രൂപയും ടാക്സും വരുന്ന ഈ ടൈപ്പ് ക്യാമറകളുടെ ഡോറി ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ് അവർ കൊടുത്തേക്കണം. അതായത് ഇതിൻ്റെ വിഷൻ പവർ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഡിസ്റ്റൻസ് ഇത്രയും ചെറിയ ഡിസ്റ്റൻസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ 1800ഉം 1500ഉം 1000 രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഓൺലൈൻ വാങ്ങിക്കുന്ന സാധനങ്ങളുടെയൊക്കെ അതായത് ക്യാമറകളുടെയൊക്കെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ മുതലും കൊണ്ട് പോകുന്ന ഒരു വ്യക്തിയുടെ ഒരു വീഡിയോ ഒരു പുക പോലെ കണ്ടുകൊണ്ട് ഒരു പ്രയോജനമില്ല. നമുക്കോ പോലീസുകാർക്കോ പോലും ആ ഒരു വ്യക്തി എന്താണെന്നോ ഒരു മനുഷ്യനാണെന്ന് പോലും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ക്യാമറകളും ഓൺലൈനിൽ നമ്മൾ കാണുന്നുണ്ട്. ആ ടൈപ്പ് ക്യാമറകൾ നിങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കോ അത് മറ്റുള്ളവർക്കോ ഒരു പ്രയോജനമില്ലെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന ക്യാമറ ഇപ്പോൾ ഇൻസ്റ്റലേഷൻ ചെയ്യുന്നില്ലെങ്കിലും കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ അത് നല്ലൊരു സാധനം ഇൻസ്റ്റലേഷൻ ചെയ്യാൻ വേണ്ടി നമ്മളെല്ലാവരും ശ്രമിക്കണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.